ഹായ് ഷമീം, നമ്മുടെ ഈ ഒരു ഹോൾ ഓഫ് ഫെയിം ഇൻ്റർവ്യൂയിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ ഒരു മീറ്റിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഈ സക്സസ്സിനെ നമ്മൾ ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു യാത്രയിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുന്ന ധാരാളം ആൾക്കാർക്ക് അതൊരു ഇൻസ്പിറേഷനായിട്ട് മാറും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു മീറ്റിങ്ങിൽ നമുക്ക് തുടക്കം മുതൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്, ഇപ്പോൾ നിലവിൽ നമുക്ക് കിട്ടിയ സക്സസ്, ഇതൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം. ആദ്യമായിട്ട് ഷമീം എങ്ങനെയാണ് ഈ ഒരു ക്യാപ്സൂൾ കമ്മ്യൂണിറ്റിയിലേക്ക് വന്നത്, ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സർ. ഒന്ന് ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വരാനും അതുപോലെ തന്നെ സാറിന് മുമ്പിൽ ഇപ്പൊ ഈ ഒരു സ്റ്റേജിൽ എത്തി നിൽക്കുന്നതിനും ആദ്യം തന്നെ സാറിനോട് നന്ദി പറയുന്നു. ഓക്കെ, ഞാൻ ഈ ഒരു ക്ലാസ്സിൽ വരാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഈ ഒരു ഓട്ടോമേഷനെ പറ്റിയിട്ട് ഒരുപാട് എനിക്ക് പരസ്യങ്ങൾ വന്നിരുന്നു. അപ്പൊ ഈ പരസ്യം വരുന്നതിന്റെ സമയത്ത് ഞാൻ ഓൾറെഡി ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടാണ്. നമ്മൾ സാധാരണ കാണാമല്ലോ, നമുക്ക് വാട്സപ്പ് ഓട്ടോമേഷൻ ചെയ്യണം എന്നുള്ള രീതിയിൽ പല സോഫ്റ്റ്വെയർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് ചാറ്റ് ബോട്ട് അല്ല, നമുക്ക് വേറെ തരത്തിലുള്ള ബോട്ട്സുകൾ ഇല്ലാണ്ട് ചെയ്യുന്ന ഓട്ടോമേഷൻസ് ഉണ്ട്. ആ രീതിയിലുള്ള സാധനമാണ് ഞാൻ ആദ്യം യൂസ് ചെയ്തിരുന്നത്, പർച്ചേസ് ചെയ്തത്. പക്ഷെ അതിലൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കീവേഡിനാണ് നമുക്കൊരു മറുപടി കൊടുക്കാൻ പറ്റിയിരുന്നത്. പലപ്പോഴും അത് കൂടുതൽ ബ്രോഡ്കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നമ്പർ ബാൻ ചെയ്ത് പോകും. പിന്നെ കറക്റ്റ് അത് വർക്ക് ആവുന്നില്ല, ഷെഡ്യൂൾ ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു പ്രോബ്ലം. ആ സമയത്താണ് ഈ വട്ടിനെ പറ്റിയിട്ട് കേൾക്കുകയും അതുമായി ബന്ധപ്പെട്ട വീഡിയോസ് കാണലൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് ഞാനിങ്ങനെ വീഡിയോ ഓൺ ചെയ്തു പലപ്പോഴും ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ ഇടയിൽ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയപ്പോഴാണ് സാറിന്റെ ഒരു പരസ്യം കാണുന്നത്. ഇതുപോലെ ഒരു ക്ലാസ്, ഓട്ടോമേഷൻ എന്നൊരു ക്ലാസ് ആണ്. അപ്പൊ അതിൽ ഓൾറെഡി ബുക്ക് ചെയ്തു, ആ ഒരു വെബിനാറിൽ ബുക്ക് ചെയ്തു. പക്ഷെ വീണ്ടും യാത്രയിലായതുകൊണ്ട് തന്നെ ഞാൻ എന്താ യാത്രയിലാണ് ക്ലാസ് കേട്ടുകൊണ്ടിരുന്നത്. അപ്പോ വെച്ചാല് വീട്ടിലത്തെ ഒരു പ്രധാന കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ബാങ്കിലും അതുപോലെ തന്നെ പഞ്ചായത്ത് ഓഫീസിലൊക്കെ പോകേണ്ട ഒരു ആവശ്യമുണ്ടാകും. ആ സമയത്താണ് ആ ക്ലാസ് കേൾക്കുന്നത്. ആ ക്ലാസ് കേൾക്കുന്ന സമയത്ത് കുറച്ച് കേട്ടപ്പോ പെട്ടെന്ന് കണക്ട് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എന്റെ ആവശ്യം എന്താണോ അതാണ് സാറ് അവിടെ പറയുന്നത്. സാധാരണ ഞാൻ പല വെബിനാറിൽ പങ്കെടുക്കാറുണ്ട്. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലൈഫിൽ പഠിച്ച ഫസ്റ്റ് സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പഠിക്കുക, അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുക, മെല്ലെ ആണെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുക. അപ്പൊ നമ്മൾ കുറച്ച് നമ്മൾ വളർന്നു വരും. അപ്പോ ഞാനിതുപോലെ പല വെബിനാറിലും എന്തെങ്കിലുമൊക്കെ ഒരു പഠിച്ചതാണെങ്കിലും അല്ലെങ്കിൽ അറിയണമാണെങ്കിലും അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ ഒരു സബ്ജക്റ്റിൽ നിന്ന് ഒരു സാധനം നമ്മുടെ ലൈഫിൽ കിട്ടുന്ന ഒരു സാധനം എന്തായാലും കിട്ടും. അപ്പൊ അതുകൊണ്ട് ചില വെബിനാർസ് ഒന്നും നമ്മൾ മിസ്സാക്കില്ല. അറിയുന്ന ആൾക്കാരെ ക്ലാസ് റിപ്പീറ്റ് വന്നാലും മിസ്സാക്കില്ല. അപ്പോ ഈ സാറിന്റെ ക്ലാസ് ആദ്യമായിട്ട് കേൾക്കണം, വേറെ യൂട്യൂബ് അതൊന്നും ഞാൻ ഫസ്റ്റ് കണ്ടിട്ടില്ല. പക്ഷെ ഈ സാധനം കേട്ട് വണ്ടിയിൽ കേൾക്കണം, മുഖം കാണുന്നില്ല, ഒന്നുമില്ല. ഞാൻ നേരെ സൂം കണക്ട് ചെയ്ത് ഓഡിയോ കേൾക്കുന്നത് പറഞ്ഞു തുടങ്ങി കഴിഞ്ഞപ്പോ ഇത് ശരിക്ക് എനിക്ക് വേണ്ടി പറഞ്ഞു തരുന്ന പോലെയാണ് ഫസ്റ്റ് ഫീൽ ചെയ്തത്. അങ്ങനെ വണ്ടിയെ നിർത്തി, എന്നിട്ട് ആരാണിത് പറയുന്നത്, എന്താണ് ഇതൊക്കെ നോക്കി ചെക്ക് ചെയ്ത് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് സാറിന്റെ ക്ലാസ് പോണത് പ്രാക്ടിക്കലായിട്ട് കാണിച്ചു തന്നിട്ടാണ്. സാധാരണ ഒരു വെബിനാർ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് സംഭവം എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മളിപ്പോ ഇരിക്കണ പോലെയാണ് ഒരു വെബിനാർ ചിലപ്പോൾ അവതരിപ്പിക്കുക. പക്ഷെ ഇത് കാണിച്ചു തരുന്നപ്പോൾ ഉള്ള ഒരു മോണിറ്റർ വെച്ച് ആ മോണിറ്ററിൽ എങ്ങനെയാണ് സാറ് ഇത് ചെയ്തിട്ടുള്ളത്, അത് ഇങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, ഇത് ഇതുപോലെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആവും. അങ്ങനെ കുറെ എക്സാമ്പിൾ വെച്ചിട്ട് കണക്ട് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര വെച്ചാൽ ഞാൻ എന്താണോ ഒരു ഓട്ടോമേഷന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരുന്നത് അതാണ് എന്റെ മുമ്പിൽ വന്ന് കിട്ടിയ പോലെയായിരുന്നു അന്നുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞു. ആ സമയത്ത് സാറിന്റെ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു, മെസ്സേജ് ഒന്നുണ്ടായിരുന്നു. അതിൽ നല്ലൊരു ഓഫർ ആയിരുന്നു. എനിക്ക് വേറെ ടൈമിൽ ആ ഓഫർ ആർക്കും കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. ആ സമയത്ത് ആ ഒരു നല്ല ഓഫർ ആയിരുന്നു. കുറച്ച് പഠിക്കാനുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു നല്ലൊരു ഓഫർ കിട്ടി. അതപ്പോ തന്നെ ഞാൻ എന്ത് ചെയ്ത് പർച്ചേസ് ചെയ്ത് ആ ഒരു പാക്കേജ് പർച്ചേസ് ചെയ്ത് അതിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു. അപ്പൊ ഇനീഷ്യൽ കുറച്ച് കാര്യങ്ങൾ പഠിച്ച് പിന്നെ ആ ഒരു സെക്ഷനിൽ നമുക്ക് ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. ആ ക്ലാസ്സും തുടങ്ങി കഴിഞ്ഞപ്പോൾ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഒരുപാട് കാര്യങ്ങൾ. എന്നെ തന്നെ എനിക്ക് ഞാൻ ബേസിക് ഞാൻ IT പഠിച്ചിട്ടുണ്ടെങ്കിലും ഡിജിറ്റലൈസ് ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഫേസ്ബുക്കിന്റെ ആണെങ്കിലും അതിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അതിന്റെ ബിസിനസ് എങ്ങനെയാണ് കറക്റ്റ് ചെയ്യാന്നുള്ളത് എനിക്ക് അറിയേണ്ടിയിരുന്നില്ല. ഞാൻ ചെയ്യും, അതുപോലെ തന്നെ ക്യാഷ് ഇടും, ചിലപ്പോൾ അത് ഏജന്റിന് കൊടുക്കും, അവരെന്താണോ റിപ്പോർട്ട് ചെയ്യുന്നത് അത് നോക്കും, കറക്റ്റ് എന്താണെന്ന് കിട്ടിയിരുന്നില്ല. നമ്മള് തുടങ്ങിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇത് ഇന്ന ഏരിയയിലേക്ക് കൊടുക്കണമെങ്കിൽ ഇത് ഇന്ന പോലെ ചെയ്യണമാണ് ബെസ്റ്റ്, അതിൽ ഇത്ര നമുക്ക് സ്പെൻഡ് ചെയ്താൽ മതി. അത് മാത്രമല്ല അതിൽ നമുക്ക് ലുക്ക് ലൈക്ക് ഓഡിയോസ് അതുപോലെ തന്നെ പല രീതിയിലുള്ള, അതായത് നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും, ഓരോരുത്തരെ കറക്റ്റ് ടാർഗറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് ഏത് രീതിയിലുള്ള ക്യാമ്പയിൻ വേണമെന്ന് നോക്കാൻ പറ്റും.
അതുപോലെ തന്നെ നമുക്ക് വീഡിയോ എടുക്കേണ്ട മോഡലേഷൻ, ഇത് നമുക്ക് പഠിപ്പിച്ച പല കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഞാനിപ്പോ നിന്ന് നിങ്ങളോട് ഈ സംസാരിക്കുമ്പോൾ ആ വീഡിയോയുടെ ഫേസിങ്ങിലേക്ക് നോക്കാൻ പറയും. ഇപ്പൊ സാറിന്റെ മുഖത്ത് നോക്കണില്ല, സാർ പഠിപ്പിക്കണ ആദ്യത്തെ ഒരു കാര്യമാണ് ആ ഒരു ഫേസിലേക്ക് നോക്കി പറയാന്നുള്ളത്. ആ ഒരു കോൺഫിഡൻസ് കിട്ടിയത് 10 days ചലഞ്ച് തന്നിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറയല്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ നെച്ചുർ ചെയ്യാം. അങ്ങനെ പറയാം, നമ്മളുടെ ഉള്ളിലുള്ള ഒരു കഴിവിനെ അല്ലെങ്കിൽ നമ്മൾ നമുക്ക് ജീവിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു നിഷ് ഉണ്ട്. ആ നിഷിനെ കണ്ടെത്തി തരാന്നുള്ള ഒരു സാധനമാണ് ശരിക്കും സാറിന്റെ ഭാഗത്ത് നിന്ന് ഫസ്റ്റ് കിട്ടിയത്. അത് തന്നെ പലപ്പോഴും സാറിന്റെ ക്ലാസ്സിൽ കേൾക്കാറുള്ളത്. അങ്ങനെ അത് കണ്ടെത്താൻ പറ്റി, മിഷൻ കണ്ടെത്താൻ പറ്റി. അപ്പോൾ അത് വെച്ചിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരു കറക്റ്റ് ട്രാക്ക് ഉണ്ട്. ആ ട്രാക്കിലാണ് പോകുന്നുള്ളത് ഇപ്പൊ ശരിക്കും ബോധ്യമുണ്ട്. അതാണ് ഒരു വ്യത്യാസം. അപ്പോൾ ക്യാൽസുകളിലേക്ക് വന്നത് ഒരു വെബിനാർ വഴിയാണ്. പ്രാക്ടിക്കൽ വെബിനാർ കണ്ടതുകൊണ്ടാണ് അതിനകത്ത് വന്നത്. ഇതിനകത്ത് വന്നതിന് ശേഷം എന്തും വ്യത്യാസം ഉണ്ടായി? ഇപ്പോൾ 10 days വീഡിയോ ചലഞ്ചിനെ കുറിച്ചൊക്കെ പറഞ്ഞു, അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഈ കമ്മ്യൂണിറ്റിക്കകത്ത് വന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? കമ്മ്യൂണിറ്റിക്കകത്ത് വന്നിട്ട് നമുക്ക് വെച്ചാൽ ക്ലാസ്സുകളാണ്. അതായത് നമ്മളെ കറക്റ്റായിട്ട് പുറത്ത് പോവാത്ത രീതിയിൽ ഓരോ ആഴ്ചയിലാണെങ്കിലും അതുപോലെ തന്നെ ഓരോ ദിവസത്തിലാണെങ്കിലും ഒരു 5 മിനിറ്റ് ആണെങ്കിൽ ഒരു 5 മിനിറ്റ് നമുക്ക് ഒരു പുതിയ ഒരു സബ്ജക്റ്റ് തന്നിട്ട് ഒരു കാര്യം പഠിക്കാൻ ഒരു ടൂൾസ്, മാർക്കറ്റിലുള്ള ടൂൾസ് അതെങ്ങനെയാണ് ഇത് പറയലല്ല. ഇപ്പൊ ഇതുപോലെ പറയലല്ല, നിങ്ങളെ കമ്പ്യൂട്ടർ ഒന്ന് ഓപ്പൺ ചെയ്യ്, അവിടെ ഈ സാധനം ഡൗൺലോഡ് ചെയ്യ്, അതൊന്ന് പോയി നോക്ക്, ഇതെങ്ങനെയാണ് ചെയ്യുക, ഇതിങ്ങനെ ചെയ്യുക, നാളെ ചെയ്തിട്ടൊന്ന് എനിക്ക് അയച്ചായോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്ക്. ഇതാണ് ക്ലാസ്സിന്റെ മോഡൽ. അപ്പൊ എന്താണ് നമ്മൾ ആ ടൂൾ പഠിക്കുന്നു. അങ്ങനെ ഒരുപാട് ടൂൾസ് നമുക്ക് ഓരോ ദിവസം പഠിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ മൺഡേ മുതൽ എല്ലാ ക്ലാസ്സുകൾ വരുന്നുണ്ട്, ഈ 9 PM എന്ന് പറഞ്ഞിട്ടില്ല. അതിൽ നമുക്ക് ഫിനാൻഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങൾ, ടൂൾസ്, അതുപോലെ ബന്ധങ്ങൾ, അങ്ങനെ പല രീതിയിൽ നെക്ചർ ചെയ്യാന്നുള്ളതാണ്. പിന്നെ ഇതിന്റെ ഇൻഡെപ്തിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് വീഡിയോ ചെയ്യുക, വീഡിയോയിൽ ഫേസ് ചെയ്യണ കാര്യങ്ങൾ. അപ്പൊ ആദ്യം പഠിക്കാൻ വേണ്ടി ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ 10 days ചലഞ്ച് നമുക്ക് വന്നപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാവില്ല. ആദ്യം തന്നെ ഒരു വീഡിയോ ഫേസിൽ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്റെ മുഖം എന്താണ്, അല്ലെങ്കിൽ ഞാൻ പറയണത് ശരിയാണോ, അല്ലെങ്കിൽ ഈ ഞാൻ പറയണ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യേ. അപ്പൊ അവിടെ ആദ്യം തന്നെ പറയണം, നിങ്ങൾ എന്ത് പറഞ്ഞാലും ആരും ആക്സെപ്റ്റ് ചെയ്യില്ല, എല്ലാവരും അങ്ങനെ തന്നെയാണ്. പക്ഷെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ദിവസം വരും, അതിനു വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോ ഞാൻ അങ്ങനെ തന്നെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ കൊറോണയുടെ സമയത്ത്, അതിന് മുന്നേ ഞാൻ 2005 ശേഷമുള്ള സമയത്ത്, ഗൾഫിലെ സമയത്ത് ഞാൻ ഓൾറെഡി എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. അന്ന് ആ സമയത്ത് 1000 സബ്സ്ക്രൈബറിന്റെ മേലെ വന്ന് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന സാധനം ഈ കോപ്പി റൈറ്റിന്റെ പ്രശ്നം കൊണ്ട് അത് ഫുള്ള് പോയി എന്റെ കയ്യിൽ. അത് ഞാൻ അറിഞ്ഞില്ല, മെയിലൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ പോയില്ല. പിന്നെ യൂട്യൂബിൽ ഞാൻ തിരിഞ്ഞു നോക്കാറുണ്ടായിരുന്നില്ല. പിന്നെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഒക്കെ ആയിരുന്നു. അങ്ങനെ യൂട്യൂബിനോടൊരു ദേഷ്യം വന്ന രീതിയിലായിരുന്നു. അതിനുശേഷം പിന്നെ ഞാൻ ശരിക്കും യൂട്യൂബ് ഒന്ന് വീഡിയോ ഇടുന്നത് പിന്നെ ഈ ശരിക്കും എൻ്റെതായിട്ടുള്ള ഒരു വീഡിയോ ഫേസ് വരുന്നത് ശരിക്കും കൊറോണ സമയത്ത്, മേലെ കൊറോണ പിടിച്ചിട്ട് ഞാൻ വീടിന്റെ മേലെ ഇരിക്കുന്ന സമയത്ത്, ആ സമയത്ത് എന്താണ് ഈ പൊല്യൂഷനുമായി ബന്ധപ്പെട്ട കാർ വാഷ് കാർ ഡീറ്റെയിലിംഗിൽ പൊല്യൂഷനുമായി ബന്ധപ്പെട്ടിട്ട് എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ, അതിന്റെ ഒരു ചെറിയൊരു വീഡിയോ ഇടുകയാണ്. അതുപോലെ ഇങ്ങനെ ഫേസ് ടു ഫേസ് ആയിട്ട് മൊബൈൽ തന്നെ എടുത്തിട്ട് ഒരു വീഡിയോ അവിടെ നിന്ന് തന്നെ ഇങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ വീഡിയോ എടുക്കും. ശരിക്കും പറഞ്ഞാൽ ആ ഒരു വീഡിയോ ആണ് ഇന്നും ആൾക്കാർ എന്നെ അറിയണതും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ആൾക്കാർ വിളിക്കണതും ശരിക്കും ഒരു വീഡിയോ. അപ്പൊ ഒറ്റ വീഡിയോ കൊണ്ട് ആൾക്കാരുടെ മനസ്സിലെത്തുകയും പിന്നീട് അതിൽ നിന്നൊരു ബിസിനസ് ഉണ്ടാവാൻ ചെയ്യുന്നുണ്ട് ഒറ്റ വീഡിയോ ഉണ്ട്. ഞാൻ പിന്നെ അത് കാര്യമാക്കില്ല, പിന്നീട് വീഡിയോ ഇട്ടില്ല. എന്തുകൊണ്ടാ, ഉള്ളിലൊരു ഇൻഫിനിറ്റി കോംപ്ലക്സ് എന്നൊക്കെ പറയണ പോലെ നമ്മളെ ഫേസ് കാണാൻ എന്താണ് നമ്മൾ പറയാമല്ലോ, ബോഡി ഷെയിം അങ്ങനത്തെ പറഞ്ഞ പോലെ ആ സമയത്ത് അങ്ങനെയായിരുന്നു. അപ്പൊ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ഫീൽ ഗുഡ് അല്ലാത്തതുകൊണ്ട് ആരും ഇതുപോലെ ചെയ്യാൻ ഉദ്ദേശിച്ചത്. പക്ഷെ നമ്മൾ ഈ ക്ലാസ്സിൽ വന്നതിന് ശേഷം നമ്മൾ ആദ്യം മാറ്റണത് ഈ ഒരു നമ്മളെ പേടി, അല്ലെങ്കിൽ ക്യാമറക്ക് മുന്നിൽ വരാനുള്ള ഒരു ധൈര്യം, അല്ലെങ്കിൽ ഒന്നല്ല, വന്നിട്ട് ആദ്യം പറയാ, പോവുക, ആരെങ്കിലും എന്തേലും പറയൊക്കെ പറയണ്ടേ. പക്ഷെ നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ഒരു ഉറപ്പ് വേണം. അത് നിങ്ങൾ പറയാ, കറക്റ്റായിട്ട് പോയാൽ പോവാം. ബാക്കി ആര് തീരുമാനിച്ചോളും, വേണ്ടവര് അത് പിക്ക് ചെയ്യും, നോക്കും, പഠിക്കും, ചിലപ്പോൾ നിങ്ങളെ വിളിക്കും, ബിസിനസ് ആവും, ഒക്കെ ചെയ്യും. പക്ഷെ വീഡിയോ ചെയ്യും, നിങ്ങളെ കാര്യം പറയും, നിങ്ങൾക്ക് ഒരു ഡിജിറ്റൽ അസറ്റ് ഉണ്ടാക്കുക. ഇതാണ് അവിടെ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ദിവസം ഒരു പുതിയ സബ്ജക്റ്റ് ഉണ്ടാക്കാൻ നോക്കുക, പഠിക്കാൻ നോക്കുക. നമുക്ക് അറിയണ സാധനങ്ങളാണെങ്കിലും അതിനൊന്നും കൂടി പ്രിപ്പയർ ചെയ്യാൻ നോക്കുകയാണ് പഠിച്ചിട്ട്. അപ്പൊ നമുക്ക് വീണ്ടും വീണ്ടും നമ്മുടെ ഉള്ളിൽ ക്വാളിറ്റി കൂടുകയാണ്. ഞാൻ ട്രെയിനിങ് നടത്തുന്നുണ്ട്, ക്ലാസ്സിൽ ട്രെയിനിങ് നടത്തുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ ഒരു വിഷയത്തെ പറ്റിയിട്ട് അവതരിപ്പിക്കുമ്പോൾ
അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാനിരിക്കുമ്പോൾ കൂടുതൽ പഠിക്കാൻ പോകും. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഒരു വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു വീഡിയോ വെറുതെ ചെയ്യല്ല. ശരിക്കും നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു കാര്യം പഠിച്ച് അത് മനസ്സിലാക്കിയിട്ടാണ് വീഡിയോ ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പഠിക്കും നമ്മൾ ആദ്യം. പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അത് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരാൾ വിളിച്ചിട്ട് നിങ്ങളെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായി, അല്ലെങ്കിൽ ആ വീഡിയോ എന്നാണ് നമുക്കൊരു സെയിൽ നടന്നു പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം. അതാണ് ശരിക്ക് ഇതിന്റെ ഉള്ളിൽ കിട്ടുക. അതെ, ശരിക്കും ഇപ്പോൾ ഒത്തിരി ആൾക്കാർ നമ്മുടെ കേരളത്തിൽ പലതരത്തിൽ നല്ല ബിസിനസ്സും സർവീസും ഉണ്ട്. പക്ഷേ ക്യാമറ ഉപയോഗിക്കാത്തതുകൊണ്ട് മാത്രം ആൾക്കാർ അറിയുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ഷമീമിൻ്റെ കേസിൽ കാർ ഡീറ്റെയിലിംഗ് ബിസിനസ്സും ചെയ്യുന്നുണ്ട്, ട്രെയിനിങ്ങും ചെയ്യുന്നുണ്ട്. എന്നാൽ ക്യാമറയിലൂടെയും വീഡിയോസിലൂടെയൊക്കെയാണ് ആൾക്കാരെ പെട്ടെന്ന് അടുത്തറിയുന്നത്. ഇപ്പോൾ ആൾക്കാർ പേയ്മെൻറ്റ് പോലും ചെയ്യുന്നത് നേരിട്ട് കണ്ടിട്ടായിരിക്കില്ല. അപ്പോൾ എങ്ങനെയായി ഇപ്പോൾ ഈ ആയിരിക്കുന്ന ബിസിനസ്സിൽ എത്തിയത്? എന്തൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിനെ കുറിച്ചൊന്ന് ഷെയർ ചെയ്യാം. ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കൊറോണ സമയത്ത് കഴിഞ്ഞിട്ട് വീഡിയോ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഇടാനും കുറെ കണ്ടന്റ് നമ്മളെ മൈൻഡിലുണ്ടെങ്കിലും നമ്മൾ എന്താണ് അത് പുറത്തേക്ക് വിടാറുണ്ട്. പക്ഷെ സാർ എപ്പോഴും പറയാന്ന് വെച്ചാൽ നിങ്ങൾ വാല്യൂ കൊടുക്കുക, നിങ്ങൾ പുറത്തേക്ക് വാല്യൂ കൊടുക്കുക, എന്നാൽ മാത്രമാണ് അത് ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് തുടങ്ങി, നമുക്ക് അറിയുന്ന വിഷയം പുറത്ത് പറയാൻ തുടങ്ങി. അതുപോലെ തന്നെ ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ എങ്ങനെ അത് വീഡിയോയുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാന്നുള്ളത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ വിഷയങ്ങൾ വന്നു തുടങ്ങി. നമുക്ക് പറയാനുള്ള എന്താ പറയാ കണ്ടന്റുകൾ കിട്ടി തുടങ്ങി. അപ്പോ നമുക്ക് ഈ ഒരു കണ്ടന്റ് കിട്ടിക്കഴിഞ്ഞപ്പോ ആളുകൾ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ശരി എന്നുള്ളത് ആൾക്കാർ മനസ്സിലാക്കാൻ തുടങ്ങി. ശരിക്കും അങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ ഉള്ളിൽ ഒതുങ്ങി പോവുകയാണെങ്കിൽ എന്റെ ക്ലാസ് അല്ലെങ്കിൽ എന്റെ ഡീറ്റെയിലിംഗ് റൂം അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഡീറ്റെയിലിംഗ് പ്രോഡക്ട്സിന്റെ സെയിൽസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോവുകയാണെങ്കിൽ ശരിക്കും ഞാൻ അതറിയുന്ന ആൾക്കാരിൽ മാത്രമേ അറിയുള്ളൂ. പക്ഷെ ഇന്ന് പുറം രാജ്യങ്ങളിൽ നിന്ന് പോലും നമ്മളെ വിളിച്ചിട്ട് അറ്റ്ലീസ്റ്റ് അതിന്റെ ഒരു സംശയം ചോദിക്കുക, അല്ലെങ്കിൽ അതിന്റെ ഒരു നിയമവശങ്ങള്, അല്ലെങ്കിൽ അതെങ്ങനെ ചെയ്യണം ഒരു അഡ്വൈസ് ചോദിക്കുക, ഒരു കൺസൾട്ട് ചോദിക്കുക. അപ്പൊ അത് ശരിക്കും ഈ ഒരു എന്താ പറയാ നമ്മൾ ഈ കമ്മ്യൂണിറ്റിയിൽ എത്തിയതിനു ശേഷം അപ്പോ അതന്നെയാണ് ഏറ്റവും വലിയ നമ്മളെ ശരിക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും നമ്മളെ ഫ്യൂച്ചറിൽ. അതാണ് തീർച്ചയായിട്ടും നമ്മൾ തന്നെയാണ് നമ്മുടെ ബിസിനസ്സിലൊക്കെ ഏറ്റവും വിലയുള്ള സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ക്യാമറ പ്രസൻസ്. പലപ്പോഴും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കാണുന്ന ഏറ്റവും വലിയൊരു അസറ്റും ഇതാണ്. കാരണം ഒന്ന് തുടങ്ങിക്കൊടുക്കാൻ മാത്രമേ ക്യാൽസോണിൽ കാര്യമുള്ളൂ. കാരണം തുടങ്ങിക്കഴിഞ്ഞാൽ മുന്നോട്ട് പോകും. പലരും ഇത് കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഈ ക്യാമറയുടെ ഒരു പവറും. നമ്മളെ കൃത്യമായിട്ട് സംസാരിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഷമീമിൻ്റെ യൂട്യൂബ് വീഡിയോസ് കാണുമ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ആ കാറിൻ്റെ പല കാര്യങ്ങൾ പറയുമ്പോൾ ഒരാൾക്ക് വ്യക്തമായിട്ട് നമ്മളെ മനസ്സിലാവുന്നുള്ളതാണ്. നമ്മളെ ഒരു ഒരു ഏറ്റവും അടുത്തുള്ള ആളായിട്ട് മനസ്സിലാവുന്നുള്ളതാണ്. ഷമീം, ഇതിന് ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ കടന്നു വന്നു, ഒത്തിരി ചേഞ്ച് വന്നു, വീഡിയോസൊക്കെ ചെയ്തു. ഏത് നിമിഷത്തിലാണ് ഒരു ഡയമണ്ടിലേക്ക് സ്വിച്ച് ചെയ്യാനുള്ള ഒരു ഓഫർ വന്നത്? എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു ജേണി? അതിനെ പറ്റി പറയുകയാണെങ്കിൽ ഡയമണ്ടിന്റെ മെമ്പർഷിപ്പ് അല്ലെങ്കിൽ ഡയമണ്ടിന്റെ പാക്കേജിലേക്ക് വരാനുള്ള ഏറ്റവും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് നമ്മളെ വളർത്തുന്നുണ്ട്, നമ്മളെ ചെയ്യിപ്പിക്കുന്നുണ്ട്. അത് വെറുതെ ചെയ്യിപ്പിക്കില്ല, മോണിറ്റർ ചെയ്യുന്നുണ്ട്. മോണിറ്റർ ചെയ്തിട്ട് നമ്മളെ തെറ്റ് മനസ്സിലാക്കി തന്നിട്ട് നമ്മളെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് ഈ ഡയമണ്ട് കമ്മ്യൂണിറ്റി വരുന്നതിന് മുന്നേ നമുക്കിത് അനുഭവപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ട ഡയമണ്ട് മെമ്പർഷിപ്പിന്റെ ആളുകൾ പറയുന്ന അവർക്ക് കിട്ടുന്ന ഇമ്പ്രൂവ്മെന്റ് കാണുമ്പോൾ നമുക്ക് തന്നെ അറിയാം ഇതൊരു ചെറിയ കമ്മ്യൂണിറ്റി അല്ല. ശരിക്കും ഇത് എന്താ പറയാ ആൾക്കാരെ നെച്ചർ ചെയ്യുന്ന ഒരു ശരിക്കുള്ള ഒരു കമ്മ്യൂണിറ്റി തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നും നമ്മൾ നോക്കിയില്ല, നേരെ ഡയമണ്ടിലേക്ക് തന്നെ December 6th നമ്മൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് December ഒരു 30 ആകുമ്പോഴത്തേനും ഡയമണ്ട് മെമ്പർഷിപ്പിലേക്ക് ചേഞ്ച് ചെയ്തു. ഓക്കെ, വളരെ സന്തോഷം. ഷമീം, നമ്മുടെ ഒത്തിരി മെമ്പേഴ്സ് ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടാവും. അപ്പോൾ പല ആൾക്കാർക്കും ഈ ഒരു മുന്നോട്ട് വരണമെന്നുണ്ട്, പക്ഷേ ഒരു പുഷ് ആവശ്യമുണ്ട്, എങ്കിലും മാത്രമേ വരത്തുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിൽ വന്നപ്പോൾ മറ്റു മെമ്പേഴ്സിൻ്റെ സഹകരണം എങ്ങനെ ഉണ്ടായിരുന്നു? മറ്റു ഡയമണ്ട് മെമ്പേഴ്സൊക്കെ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? അവരുമായിട്ടുള്ള റിലേഷൻ ഒന്ന് ഷെയർ ചെയ്യാം. അതില് എടുത്തു പറയാൻ പറ്റിയത് കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഇപ്പൊ ഞാൻ കാർ ഡീറ്റെയിലിംഗുമായി ബന്ധപ്പെട്ടുള്ള കാർ വാഷുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഓട്ടോ ഡീറ്റെയിലിംഗുമായി ബന്ധപ്പെട്ട് കുറച്ചും കൂടി അനിഷ്യലി ഞാൻ വർക്ക് ചെയ്യണം. പക്ഷെ വേറെ ആൾക്കാരുണ്ട്, അവരെന്ന് പറയുന്നത് ചിലപ്പോ എന്റെ ഫീൽഡിനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന മെന്റർഷിപ്പിൽ ആൾക്കാരുണ്ട്. അതായത് സെയിൽസ് മാസ്റ്ററിയിൽ പുല്ലുള്ള ആൾക്കാരുണ്ട്, ഗാർഡനിങ്ങിൽ പുല്ലുള്ള ആൾക്കാരുണ്ട്. അതുപോലെ ഓരോ ടാക്സിനെ പറ്റി തന്നെ സെയിൽസ് ടാക്സ് എങ്ങനെ കറക്റ്റ് ചെയ്യണം അതിനെ കറക്റ്റ് പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അതായത് ഓരോ മേഖല എടുക്കുകയാണെങ്കിലും
ഓരോ മേഖലയത്തെ ആൾക്കാർക്ക് അവർ ഇവിടെ വന്ന് അവർ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ വരുന്ന ആൾക്കാരുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ വരുമ്പോൾ നമുക്കൊരു ഇതുമായി ബന്ധപ്പെട്ട് എനിക്കൊരു ടാക്സുമായിട്ടൊരു സംശയം വരികയാണ്. ഇത് നേരെ ഞാൻ വേറെ ആരെയും നോക്കേണ്ട ആവശ്യമില്ല, എന്റെ ഫ്രണ്ടിന് നേരെ വിളിക്കുകയാണ്. അത് എന്റെ കമ്മ്യൂണിറ്റിയിൽ അതിന് പറ്റിയ ഒരാളുണ്ട്, അവരെ വിളിക്കുകയാണ്. ഓക്കെ, എനിക്കൊരു ഡൗട്ട്സ് ഉണ്ട്, അതൊന്ന് ക്ലിയർ ആക്കി തരാം. അപ്പോൾ എനിക്ക് പേയ്മെന്റ് വേണമെന്നൊന്നും പറയില്ല. ഓക്കെ, വളരെ സന്തോഷത്തോട് കൂടിയിട്ട് അത് സെറ്റ് ചെയ്ത് തരുന്നത്, അത് പറഞ്ഞു തരുന്നത്, അത് കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യണം, ക്ലിയർ അല്ല, എല്ലാ കാര്യങ്ങളും ക്ലിയർ. ഇത് നമ്മൾ ഏതൊരു വേറൊരാളെ കാര്യത്തിൽ വിളിക്കുകയാണെങ്കിലും എല്ലാവരും ഇതേപോലെ തന്നെ. അതുപോലെ എനിക്കും അതുപോലെ കോൾ വരുമ്പോഴും നമ്മൾ പറഞ്ഞു കൊടുക്കുക. അതൊരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ബന്ധം വേറെ ലെവലാണ്. ഇവിടെ സാർ എപ്പോഴും പറയുന്ന ഒരു കോഡ് ഓഫ് ഓണർ ഉണ്ട്. അതായത് ഇതിന്റെ ഉള്ളിൽ ആര് വന്നാലും ആർക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും ബിസിനസ് അല്ല, ആൾക്കാരെ ഹെൽപ്പ് ചെയ്യലാണ്. ഇതിന്റെ ഉള്ളിൽ ഹെൽപ്പ് ചെയ്യലും മാത്രമേ ഉള്ളൂ. ഈ ഹെൽപ്പിംഗ് മാത്രമാണ് നമ്മൾ ഇമ്പ്രൂവ് ആക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങളെ അറിവ് നിങ്ങൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്തിട്ട് ഈ കമ്മ്യൂണിറ്റിനെ വലുതാക്കാണ്. ആ കമ്മ്യൂണിറ്റി ഉള്ളിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. ഗഡ് ഗഡ്, വളരെ സന്തോഷം. പരസ്പരം നോളജ് ഷെയർ ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് കാൽസോൾ. അപ്പോൾ അത് കൃത്യമായിട്ട് പ്രാവർത്തികമാകുന്നുണ്ടെന്നുള്ളത് വീണ്ടും വീണ്ടും എൻഷുർ ചെയ്യുന്നുണ്ട് ഇതുപോലെയുള്ള പ്രോഗ്രാംസ്. ഇപ്പോൾ ശരിക്കും വളരെ ചെറിയൊരു അഡ്വർടൈസിങ് എമൗണ്ടാണ് ഇതുവരെയും കൊടുത്തിരിക്കുന്നത്. എന്നിട്ടാണ് ഏകദേശം ഒരു 15 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നമുക്ക് എമൗണ്ട് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതെന്ന് പറയുന്നത്, നമ്മുടെ ഈ ഒരു മീറ്റിംഗ് എന്ന് പറയുന്നത് ഒരു നല്ല തുടക്കം കുറിക്കലാണ്. അല്പ ദിവസങ്ങൾക്ക് ശേഷം ഒരു 1 CR അച്ചീവ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ നമ്മൾ വീണ്ടും വരണം. കാരണം നമ്മുടെ സക്സസ് എന്ന് പറയുന്നത് പ്രോഗ്രസീവ് ജേണിയാണ്. ഇപ്പോൾ ഓൾറെഡി ഷമീമിൻ്റെ ബിസിനസ് നന്നായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു കൃത്യമായിട്ട് മോണിറ്ററിങ് വരുന്നുണ്ട്, ഒരു ടീമിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ സംഭവിക്കുന്നത്, നമ്മൾ ഒറ്റയ്ക്ക് കിടന്ന് നമ്മുടെ ബിസിനസ്സിനെ വലിച്ചുകൊണ്ട് പോവുക. പക്ഷേ ഒരു കൂട്ടമായിട്ട് സപ്പോർട്ടിങ് കൂടെ ഉള്ളപ്പോൾ അത് ഭയങ്കര ഒരു എനർജിയാണ്, മാത്രമല്ല ഒരു മോട്ടിവേഷനാണ്. നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരാൾ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മീറ്റിങ്ങിൽ ഒരാളെ കൊണ്ടുവന്ന സമയത്ത് അദ്ദേഹം ഒരു ദിവസം 50,000 രൂപ ആഡ് അക്കൗണ്ട് കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ വരുന്ന എമൗണ്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കാണിക്കുമ്പോൾ മറ്റേ ആളും കൂടെ ഒന്ന് പ്രഷർ ആവുകയാണ്. എനിക്കും കുറച്ചുകൂടെ ഫാസ്റ്റേക്ക് പോകണം, എനിക്കും അഡ്വർടൈസിങ്സിൽ കുറച്ചുകൂടെ എമൗണ്ട് ചെയ്യണം. അങ്ങനെ ഒരു ചെറിയൊരു ഹെൽത്തി കോമ്പറ്റീഷൻ, പരസ്പരം സഹായിക്കുന്ന കമ്മ്യൂണിറ്റി. അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് നമുക്ക് വേണ്ടത്, നമ്മൾ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ 1 CR ക്ലബിലേക്ക് എത്തുക എന്നുള്ളതാണ്. സോ വളരെ ഫാസ്റ്റായിട്ട് ഷമീമിനും അതിലേക്ക് എത്താനായിട്ട് കഴിയും. നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാം. ഷമീമിന് എന്താണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന, ചിലപ്പോൾ യൂട്യൂബിൽ കാണുന്ന ഒത്തിരി മെമ്പേഴ്സ് ഉണ്ടാവും, അതല്ലാതെ കമ്മ്യൂണിറ്റിക്ക് അകത്തുള്ള ധാരാളം മെമ്പേഴ്സ് ഉണ്ടാവും. എന്താണ് അവർക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ്? അവർക്ക് കൊടുക്കുക വെച്ചാൽ, സക്സസ് ആയ ഒരുപാട് ആൾക്കാരുണ്ട്, ഈ പാത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോ ആ ഒരു പാത്തിലേക്ക് വരാനാണ് എപ്പോഴും ആൾക്കാർക്ക് ഒരു ഡൗട്ട്സ് അടിക്കുക. അത് ശരിയാവോ, നമ്മൾ അങ്ങനെ പോയാൽ ശരിയാവോ, ഞാൻ ചിന്തിക്കുന്നതല്ലേ ശരി. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് പല കാര്യങ്ങളും അറിയാം അല്ലെങ്കിൽ ചെയ്തു നോക്കാൻ, പക്ഷെ അതിനൊന്ന് കൂട്ടിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ എന്നെ കൊണ്ട് പറ്റില്ല. അത് അറിവുള്ള ഒരാൾ വേണം, അല്ലെങ്കിൽ ഒരു മെന്റർഷിപ്പ് അല്ലെങ്കിൽ നമ്മളെ കൺസൾട്ട് ചെയ്യാൻ ഒരാൾ വേണം. അപ്പോ അതിന്റെ അറിയുന്ന ഏറ്റവും ബെസ്റ്റ് ആൾക്കാരാണോ അവരെത്തി പോകണം, നമ്മൾ അടിയറ വെക്കണം. അപ്പോ നമ്മൾ സാറ് പറയണ പോലെ നിങ്ങളെ തല കൊണ്ടേറ്റ് ബുദ്ധി കൊണ്ടേറ്റ് ഫ്രീസറിനുള്ളിൽ വെക്കുക. ഇവിടെ എന്താണോ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അത് കോപ്പി പേസ്റ്റ് ചെയ്യുക, നിങ്ങൾ സക്സസ് ആവും. അപ്പോ ഒരു മെന്റർ പറയണത് എന്താണോ, അല്ലെങ്കിൽ ഒരു അറിവുള്ള ഒരു ആൾക്കാർ പറയുന്ന സക്സസ് ആയിട്ടുള്ള ആൾക്കാർ എന്താ പറയുക വെച്ചാൽ, കോപ്പി പേസ്റ്റ് ചെയ്യാതെ അതുപോലെ ചെയ്യാൻ നോക്കുക. നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കുക. ചിലപ്പോൾ നമ്മൾ ഫാസ്റ്റ് ആയിട്ട് എത്തിയെന്ന് വരിക്കില്ല. ഇപ്പോ എന്റെ ഫാസ്റ്റ് ആവില്ല, ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഒരു ഫാസ്റ്റ്. അതുപോലെ തന്നെ വേറൊരാൾ ചിലപ്പോ എന്നെങ്ങാട്ടി ഫാസ്റ്റ് ആൾക്കാരുണ്ട്, ചിലപ്പോൾ സാറിനാട്ടി ഫാസ്റ്റ് ലെവൽ ആൾക്കാരുണ്ട്. പക്ഷെ അത് ഓരോരുത്തരുടെ കഴിവായിരിക്കും. പക്ഷെ അതെല്ലാം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊരു ചങ്ങലയിൽ ഇട്ട പോലെ ഒരു സാധനം ഇട്ടുവെച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ പോകേണ്ടി വരും. അത് മാറിക്കടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ മിസ്സായി. അപ്പൊ പിന്നെ ഇതില് കേൾക്കുന്നവരോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, നേരത്തെ പറഞ്ഞ തന്നെ എന്താണോ പഠിപ്പിക്കുന്നത് അത് മെല്ലെ പഠിക്കുക, ചെയ്തു നോക്കുക, പ്രാക്ടീസ് ചെയ്ത് നോക്കുക. മെല്ലെ മെല്ലെ ആയിരിക്കും, കുഴപ്പമില്ല. നമ്മളെ സഹായിക്കാൻ ആൾക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. ചെയ്തു നോക്കുക, വീണ്ടും ചെയ്തു നോക്കുക. നമ്മൾ ഒരു ദിവസം നമ്മൾ അറിയാണ്ട് അതിന്റെ കോമ്പൗണ്ടിങ് എഫക്ട് പോലെ അതിനൊരു റിസൾട്ട് വന്നിട്ടുണ്ടാവും. ഒരിക്കലും നമ്മൾ വെയിറ്റ് അടിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ടൊന്നും ആവില്ല. ചിലപ്പോൾ അടിക്കും വേദന ഉണ്ടാവും, ചിലപ്പോൾ ചില ദിവസം പോവില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ആ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്താ ഗുണം? ആ ഒരു ദിവസം നമ്മൾ അറിയാണ്ട് നമ്മൾ കാണുമ്പോൾ മസിലൊക്കെ വന്നിട്ടുണ്ടോ, അതുപോലെ ഒരു ചേഞ്ച്. ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഞാൻ ഈ ചെയ്തതിൽ ഞാൻ അറിയാണ്ട് ചെയ്തതാണ് പല കാര്യങ്ങളും. പറയണ പോലെ സാധനങ്ങളും ചെയ്തതാണ്. ഈ മുന്നിൽ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാൻ കോൺട്രിബ്യൂട്ട് ചെയ്യലും ആ ചെയ്തതിൽ കിട്ടിയതാണ്. അതുപോലെ തന്നെ എനിക്ക് കിട്ടിയ ആ എമൗണ്ടും ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് ആ ടാർഗറ്റ് ഓഡിയൻസിനെ കണ്ട് ചെയ്തൊക്കെ കിട്ടിയ സംഭവം. അപ്പൊ അതിന്റെ ഒരു റിസൾട്ട് എന്തെങ്കിലും കിട്ടും. ഇതിനായിട്ട് വലിയ റിസൾട്ട് ഇപ്പൊ സാറ് പറഞ്ഞാൽ എനിക്ക് കിട്ടും. അപ്പൊ ഇത്രേ ഉള്ളൂ, കോപ്പി പേസ്റ്റ്. അത് കറക്റ്റ് ഒരു പാത്തുണ്ട്, അതിലൂടെ മാത്രം നിങ്ങൾ സെറ്റായി പോയാൽ മതി.
ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, വളരെ സന്തോഷം. നമ്മുടെ ഈ ഒരു മീറ്റിംഗ് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും മെമ്പേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ നമ്മുടെ കാൽസുകളിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഉണ്ടാവും. നിങ്ങൾക്ക് വെബിനാർ ഉണ്ട് 2 മണിക്കൂർ. അതിനകത്ത് വരുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് ഓഫേഴ്സ് കിട്ടുക. അതോടൊപ്പം തന്നെ എസിസ്റ്റിംഗ് കാൽസുകൾ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ജെം ടു ഡയമണ്ട് വളരെ ഫാസ്റ്റായിട്ട് ഈ ഒരു ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് കഴിയട്ടെ. ഒത്തിരി മുന്നോട്ട് പോകാനുണ്ട് നമുക്ക്. അപ്പോൾ ഇനിയുള്ള യാത്രയിൽ നിങ്ങളുടെ ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് കാൽസോളിനെ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ കാർ ഡീറ്റെയിലിങ്ങുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് സംസാരിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഷമീമുമായിട്ടുള്ള നമ്പറും ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ടാവും, നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഷമീം ഇതുപോലെ വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂടണം അടുത്തൊരു മൈൽ സ്റ്റോണിലാണ്. താങ്ക് യു. താങ്ക് യു വെരി മച്ച്.